കൂറ്റനാട് സ്ലാബ് തകർന്നത് അപകട ഭീഷണിയാകുന്നു. നിലമ്പൂർ പെരുമ്പലാവ് പാതയിൽ കൂറ്റനാട് ടൗണിൽ വിവിധ സ്ഥലങ്ങളിൽ അഴുക്കുചാലുകളിലെ സ്ലാബുകൾ തകർന്നിരിക്കുന്നത് അപകട ഭീഷണി ഉയർത്തുന്നു. ഗുരുവായൂർ പാതയിലെ സ്വകാര്യ ആശുപത്രിക്ക് മുന്നിൽ ഇത്തരത്തിൽ 5ലധികം കുഴികളാണ് കാൽനട വാഹന യാത്രക്കാർക്ക് ഭീഷണി ഉയർത്തുന്നത്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നിരവധി വാഹനങ്ങളാണ് രാത്രികാലങ്ങളിൽ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുന്നത്. അഴുക്കുചാലിന് മുകളിൽ സ്ലാബ് ഇല്ലാതായിട്ട് 1.5 വർഷമായെന്നും അപകടങ്ങൾ ഇവിടെ പതിവാണെന്നും ആശുപത്രിക്ക് സമീപമുള്ള ഓട്ടോ ടാക്സി ഡ്രൈവർമാർ പറഞ്ഞു. കുഴിയിലേക്ക് വാഹനങ്ങൾ വീഴാതിരിക്കുവാൻ നാട്ടുകാർ കുഴിയിൽ ഉണങ്ങിയ മരച്ചിലുകൾ അടയാളമായി വെച്ചിരിക്കുകയാണ്. അതേസമയം പാതയിൽ പലയിടങ്ങളിലും അപകട സാധ്യത മേഖലയിൽ സുരക്ഷകൾ ഒരുക്കണമെന്ന ആവശ്യവും ശക്തമാണ്. റോഡ് സുരക്ഷാ വിഭാഗത്തിന്റെ പട്ടികയിൽ സ്ഥിരമായ അപകട സാധ്യതയുള്ള മേഖലകളിൽ ഒന്നാണ് കൂട്ടുപാത മട്ടായ ഇറക്കം. എന്നാൽ എവിടെയും ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളില്ല. വാവന്നൂർ ഹൈസ്കൂളിന് മുന്നിൽ റോഡ് മുറിച്ച് കടക്കണമെങ്കിൽ കുട്ടികൾ പെടാപ്പാട് പെടണം. കൂറ്റനാട് ചില ഭാഗത്ത് താൽക്കാലിക ഡിവൈഡറുകൾ ഉണ്ടെങ്കിലും അപകടരഹിതമായ ക്രമീകരണങ്ങൾ എവിടെയുമില്ല. ചാലിശ്ശേരി പട്ടാമ്പി പാത 25 വർഷമായി ഒരേ സ്ഥിതിയാണുള്ളത്. റോഡിന്റെ വീതി കുറവ്, വളവുകൾ, കയറ്റിറക്കങ്ങൾ എന്നിവ പാതയുടെ പ്രശ്നങ്ങളാണ്. 2 സംസ്ഥാന പാതകളായ പൊന്നാനി പാലക്കാട് പാതയും നിലമ്പൂർ പെരുമ്പലാവ് പാതയും കൂറ്റനാട് സംഗമിക്കുന്നുണ്ട്. കൂറ്റനാട് നഗരവികസനത്തിന് 13.5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെങ്കിലും പദ്ധതി വെളിച്ചം കാണുന്നില്ല. 2024 ജനുവരി 5 ബന്ധപ്പെട്ടവരുടെ യോഗം മന്ത്രി MP രാജേഷിന്റെ അധ്യക്ഷതയിൽ വിളിച്ചതല്ലാതെ കാര്യമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ചാലിശ്ശേരി മുതൽ പട്ടാമ്പി വരെ റോഡിന്റെ നവീകരണത്തിനായി കഴിഞ്ഞ ബഡ്ജറ്റിൽ 56.24 കോടി രൂപ വകയിരുത്തിയതായി പ്രഖ്യാപനമുണ്ടായെങ്കിലും പ്രാവർത്തികമാകാൻ എത്ര കാലം വേണ്ടിവരുമെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്.